നമസ്കാരം. തിരുവനന്തപുരം കല്ലിയൂരിൽ 76-കാരിയായ വിജയകുമാരിയുടെ ജീവനെടുത്തത് മകന്റെ മദ്യാസക്തി. തിരുവനന്തപുരം കല്ലിയൂർ പകലൂർ ലക്ഷ്മി നിവാസിൽ വിജയകുമാരിയാണ് മരിച്ചത്. റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ മകൻ അജയ്കുമാർ പിടിയിലായി. മദ്യത്തിന് അടിമയായിരുന്നു അജയ്കുമാർ. മദ്യവിമുക്തി കേന്ദ്രത്തിൽ പലതവണ ചികിത്സയിലുമായിരുന്നു. കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായതിനാൽ കോട്ടയിൽ മദ്യം കിട്ടും. ഇങ്ങനെ കിട്ടിയ 10 കുപ്പി വീട്ടിലുണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തേത് കുടിക്കുന്നതിനിടെ കുപ്പി വീണ് പൊട്ടി. ഇതോടെ രണ്ടാമത്തെ കുപ്പി എടുത്തു. ഇതോടെയാണ് അമ്മ കുടിക്കരുതെന്ന് നിർദ്ദേശിച്ചത്. ഇതാണ് പ്രകോപനമായത്. വിജയകുമാരിക്ക് മറ്റ് 2 മക്കൾ കൂടിയുണ്ട്. നാട്ടുകാർ പിടിച്ചു കെട്ടിയാണ് പോലീസിന് പ്രതിയെ കൈമാറിയത്. മുമ്പും പലതവണ മകനും അമ്മയുമായി തർക്കമുണ്ടായിരുന്നു. സമീപകാലത്ത് 3 തവണയാണ് ഇയാളെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചത്. അമിത മദ്യപാനത്തെ തുടർന്ന് കുടുംബവുമായി അജയ്കുമാർ പിണക്കത്തിലായിരുന്നു. അതുകൊണ്ടാണ് അമ്മയ്ക്കൊപ്പം കഴിഞ്ഞത്. പലപ്പോഴും മദ്യപാനത്തിന്റെ പേരിൽ അമ്മയുമായി വഴക്ക് പതിവായിരുന്നു. നാട്ടുകാരെത്തിയപ്പോൾ മദ്യമൊഴിച്ച് അമ്മയെ കത്തിക്കാൻ ശ്രമിച്ച അജയ്കുമാറിനെയാണ് കണ്ടത്. അതിക്രൂരമായിരുന്നു കൊല. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമായിരുന്നു സംഭവം. അമ്മയും മകനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. മദ്യപാനത്തിനിടെ അജയ്കുമാറിനെ വിജയകുമാരി വഴക്ക് പറഞ്ഞു. ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്ന പ്രതി ഉടനെ അമ്മയെ ആക്രമിച്ചു. തുടർന്ന് വിജയകുമാരി ഇറങ്ങിയോടി. കിണറിന് ഭാഗത്ത് വെച്ചാണ് ഇയാൾ അമ്മയെ കുത്തിയത്. കറിക്കത്തി ഉപയോഗിച്ച് കഴുത്തും കൈഞ്ഞരമ്പുകളും കാലിലെ ഞരമ്പുകളും മുറിച്ചു. കൊലപാതക ശേഷം അമ്മയുടെ മൃതദേഹം മദ്യമൊഴിച്ച് കത്തിക്കാനായിരുന്നു ഇയാൾ ശ്രമിച്ചത്. വിജയകുമാരിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. വിജയകുമാരി കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയായിരുന്നു. മദ്യം കുടിക്കുന്നതിന് അമ്മ വഴക്ക് പറഞ്ഞതാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസും അറിയിച്ചു. പ്രകോപിതനായ പ്രതി കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആദ്യം അമ്മയെ കുത്തി. കഴുത്തിലും 2 കൈഞ്ഞരമ്പുകളും 2 കാലുകളിലെ ഞരമ്പ് മുറിച്ചു. തുടർന്ന് അമ്മ പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോൾ മുറ്റത്ത് കിണറിന് സമീപം വെച്ച് കഴുത്തറക്കിയായിരുന്നു. വിജയകുമാരിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർക്ക് നേരെയും ഇയാൾ മദ്യക്കുപ്പി എറിഞ്ഞു. നിയമം പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ സ്റ്റേഷനിലേക്ക് മാറ്റി.